രാഹുൽ ഗാന്ധി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാവൽ മാലാക, ഇങ്ങനൊരു വിശേഷണം ചാർത്തിക്കൊടുക്കുന്നത് ആ മനുഷ്യൻ അഭിനവ ഇന്ത്യയിൽ ജനാധിപത്യ സംരക്ഷണത്തിനു നടത്തുന്ന പോരാട്ടത്തെക്കുറിച്ച് അറിയാവുന്ന ആർക്കും അങ്ങനൊരു വിശേഷണം അസ്ഥാനത്താണെന്ന് പറയാനാകില്ല. ഇന്ത്യയുടെ പരിപാവനമായ ജനാധിപത്യത്തെ ഒരു പ്രേതാലയം കണക്കെ കളങ്കപ്പെടുത്താൻ RSSന്റെ ആലയിൽ നിന്ന് പുറത്തു ചാടിയ നരേന്ദ്രമോദിയും യോഗിയും അമിത്ഷയും അടക്കുന്ന പ്രേതങ്ങളെ, ഭൂതങ്ങളെ പിടിച്ചു തളച്ച് അവരുടെ ശവപ്പെട്ടിയിൽ അവസാന താണിയും അടിക്കാൻ ഈ ജനാധിപത്യത്തിന് സംരക്ഷണം ഒരുക്കാൻ ഒരേ ഒരു നായകൻ, ആ ഛത്രാധിപതിയുടെ പേരാണ് രാഹുൽ ഗാന്ധി. കേവലം 2 കോടി വോട്ടർമാരുള്ള ഹരിയാനയിൽ 25 ലക്ഷത്തോളം കള്ളവോട്ടുകൾ പുതുതായി പട്ടിക രജിസ്റ്റർ ചെയ്തു എന്ന് ഇന്ത്യയുടെ തെരുവിൽ നിവർന്നു നിന്ന് വിളിച്ചു പറയാൻ രാഹുൽ ഗാന്ധിയെ ഉണ്ടായതുള്ളൂ. ബ്രസീലിയൻ മോഡലായ ഒരു വ്യക്തി 22 വോട്ട് അദ്ദേഹത്തിന് ആ വ്യക്തിയുടെ പേരിൽ ഹരിയാനയിൽ വോട്ട് രേഖപ്പെടുത്തി എന്ന് പറയാൻ ആ മനുഷ്യനല്ലാതെ ആരാണ്? ആധുനിക ഇന്ത്യയുടെ ഈ ജനാധിപത്യത്തിനു നേരെയുള്ള ഈ ധ്വംസനത്തെ, ഈ ഭീകരമായ ഈ ആക്രമണത്തെ ചെറുക്കാൻ നെഞ്ചുവിരിച്ചൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന് പിന്നിൽ ഐക്യദാർഢ്യപ്പെടാൻ, ആ മനുഷ്യന് സമരസപ്പെടാൻ, ആ മനുഷ്യന്റെ ഈ പ്രവർത്തനത്തിന് കൂടെ നിൽക്കാൻ നമുക്കാകുന്നില്ല എങ്കിൽ, ഇനിയും ആ മനുഷ്യന് വേണ്ടി ശബ്ദിക്കാൻ നമുക്കാകുന്നില്ലെങ്കിൽ എന്തിനാണ് ഞാനൊരു ഇന്ത്യക്കാരനാകുന്നത്? വിയോജിപ്പുകൾ ഉണ്ടാവാം രാഹുൽ ഗാന്ധിയോടും കോൺഗ്രസിനോടും, അത് ശാഖാപരമാണ്. അതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ മനുഷ്യൻ നടത്തുന്ന പ്രയത്നങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു വാക്കോ, ഒരു പ്രവൃത്തിയോ, ഒരു എഴുത്തോ, ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റോ നമ്മുടെ പക്ഷത്ത് നിന്ന് സംഭവിച്ചുകൂടാ. കാരണം ആ മനുഷ്യനല്ലാതെ ആരാണ് ഇന്ത്യയുടെ ആത്മാവിനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുക? നാഥുറാം വിനായക് ഗോഡ്സെ എന്ന ഗാന്ധിയുടെ കാതകനിൽ നിന്ന് ഗാന്ധി സ്വപ്നം കണ്ട ഇന്ത്യയിലേക്ക് തിരിച്ചു നടക്കാനുള്ള പോരാട്ടത്തിന്റെ പോർമുഖത്ത് നമുക്ക് നായകത്വം വഹിക്കാൻ രാഹുൽ ഗാന്ധി അല്ലാതെ മറ്റാരാണുള്ളത്? അതുകൊണ്ട് ആ മനുഷ്യന് കരുത്തു പകരം, ആ മനുഷ്യനെ പപ്പു എന്ന് വിളിക്കാൻ വേണ്ടി BJPയുടെ ആസൂത്രിതമായ അജണ്ടക്ക് പ്രചുര പ്രചാരം കൊടുത്തി BJPയുടെ നാവായി പ്രവർത്തിച്ചത് സഖാവേ നിങ്ങളായിരുന്നു. അതുകൂടി ചേർത്ത് പറയാൻ, ഇനി അത് ആവർത്തിക്കരുത് എന്നർത്ഥത്തിൽ ഞങ്ങൾ വിനയപുരസ്സരം ആ മനുഷ്യന് കരുത്തു പകരാൻ വേണ്ടി നിങ്ങളെ കൂടി ഈ പോരാട്ടത്തിന്റെ പൂർമുഖത്തേക്ക് ക്ഷണിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര കേരളത്തിൽ തുടങ്ങി, കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി കേരളത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇതൊരു കണ്ടെയ്നർ ജാഥയാണ് എന്ന് അപലപിച്ചത് ഹീനമായ ഭാഷയിൽ അപഹാസ്യമാം വിധം പദപ്രയോഗം നടത്തിയത് M സ്വരാജ് എന്ന കേരള കമ്മ്യൂണിസത്തിന്റെ സെക്രട്ടേറിയറ്റ് അംഗമാണ്. ഇത് എത്രമാത്രം ഹീനമാണ്! ഇത് ആവർത്തിക്കപ്പെടരുത്. ആ മനുഷ്യന് കരുത്തു പകരണം, ചേർത്തു പിടിക്കണം. ആ മനുഷ്യനല്ലാതെ ആരാണ് ഇന്നലെയിലെ മനോഹരമായ ഇന്ത്യയെ ക്രൈസ്തവനും മുസ്ലിമും ഹിന്ദുവും ജൈനനും സിഖനും ഒക്കെ ചേർന്ന് നിന്ന ആ മനോഹരമായ ഇന്ത്യയെ തിരിച്ചു കൊണ്ടുവരാൻ ആർക്കാണ് സാധ്യമാവുക? അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് കരുത്തു പകരം.